ബനാന ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഇതേപോലൊക്കെ നല്ല പഴുത്ത ഏത്തയ്ക്ക ഇതേപോലൊക്കെ തന്നെ നടുകെ ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നടുകെ മുറിച്ചെടുത്ത ഈ ഏത്തയ്ക്ക അതുകൊണ്ട് ഈ നീളത്തിൽ നമുക്കിങ്ങനെ സ്ലൈസായിട്ട് നമുക്ക് അരിയണം. അരിയുമ്പോൾ ഒരുപാട് വണ്ണം വരുത്. നമുക്ക് വഴറ്റുന്നതിന് വേണ്ടിയാണ് ഇത്ര ചെറിയ രീതി വേണം ഇങ്ങനെ നീളത്തിൽ നമുക്കൊന്ന് ഇതൊന്ന് അരിഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഈ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഈ ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ ബനാനയിലേക്ക് നമുക്കൊരല്പം നെയ്യ് ഒഴിക്കാം. അത് ആവശ്യത്തിനാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നന്നായി ഇളക്കി വെച്ചിരിക്കുന്ന ഈ ബനാനയിലേക്ക് നമുക്ക് അല്പം പൊടി ശർക്കര നമുക്കിത് ചേർത്ത് ഇതേപോലൊക്കെ തന്നെ നെയ്യ് എങ്ങനെയാണോ ഇട്ട് ഇളക്കിയത് അതേപോലെ തന്നെ ഒന്ന് ഒരുപാട് ഞെവിടാതെ ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഏലക്കയാണ്. അപ്പോൾ ഏലക്ക നമുക്കൊന്ന് ചതച്ച് എടുക്കാം. അങ്ങനെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഏലക്ക ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഒരു ഉരുളിയിലേക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന ഉരുളിയിലേക്ക് വെച്ച് നമ്മളൊന്ന് വഴറ്റാൻ പോവുകയാണ്. അപ്പം ഇതിലേക്ക് ഇട്ട് നമുക്ക് അത്യാവശ്യം ഒരു 5 മിനിറ്റോളം നമുക്ക് ഒന്ന് ഈ ബനാന ഒന്ന് വാടി ഒന്ന് റെഡിയാവുന്നിടം വരെയാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണേ. അടുത്തതായി നമുക്ക് ഈ ചൂടാറിയതിന് ശേഷം ഈ ബനാന നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണേ. ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന ബൗളിലേക്ക് നമുക്കൊരല്പം തേങ്ങാ ചിരവിയത് ഇടുകയാണ്. അത് ആവശ്യത്തിന് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഇളക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വിഭവത്തിലേക്ക് ബോൾ ഐസ്ക്രീമാണ് വെക്കുന്നത്. ഇങ്ങനെ ഐസ്ക്രീം 2 വശങ്ങളിലേക്ക് അത് നമ്മുടെ ആവശ്യത്തിനാണ് വെക്കുന്നത് വെച്ച് നമ്മളത് ആവശ്യത്തിന് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഐസ്ക്രീമും ഈ ഏത്തക്കയും ഒക്കെ കൂട്ടി നമ്മൾ കഴിക്കുമ്പോൾ ഇതിന് ഒരുപാട് സ്വാദാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.